ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന ബൈബിൾ പഠന പദ്ധതിയിലേക്ക് ഏവർക്കും സ്വാഗതം. വെളിപാട് 6-ാമത്തെ അധ്യായമാണ് നാം ഇപ്പോൾ പഠനത്തിനും വിചിന്തനത്തിനും വിഷയമാക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 6-ാമത്തെ അധ്യായത്തിലെ 5 മുദ്രകളെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് കണ്ടു. തുടർന്ന് 6-ാമത്തെ മുദ്ര തുറന്നപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് നാം പഠിക്കുവാനായിട്ട് വിചിന്തനം നടത്തുവാനായിട്ട് ശ്രമിച്ചത്. 5-ാമത്തെ മുദ്രയിൽ ദൈവജനത്തെ അവതരിപ്പിക്കുമ്പോൾ 6-ാമത്തെ മുദ്രയിൽ ഭൂവാസികളെയാണ് അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ 5-ാമത്തെ മുദ്രയിലെ ദൈവജനത്തിൻ്റെ ആ ചോദ്യം, ഇനി എപ്പോഴാണ് അവിടുന്ന് പ്രതികാരം ചെയ്യുന്നത് എന്നുള്ള ആ ചോദ്യത്തിന് ഉത്തരമെന്നോണമാണ് ഇവിടെ 6-ാമത്തെ മുദ്രയിൽ ഉള്ള സംഭവ വികാസങ്ങൾ. അപ്പോൾ ആദ്യ ഭാഗത്ത് പ്രപഞ്ചത്തിലുള്ള സകലതും തകിടം മറിയുന്നതും പ്രപഞ്ചത്തിൻ്റെ താളമൊക്കെ നഷ്ടപ്പെടുന്നതുമൊക്കെ ഇവിടെ വിവരിക്കുന്നു. തുടർന്ന് ഭൂമിയിലുള്ള സകല മനുഷ്യരെയും 7 വ്യത്യസ്ത ഗണങ്ങളായി കണ്ട് അവരെല്ലാവരും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഓടി ഒളിക്കുന്നത് നമ്മൾ കാണുന്നു. ഇനി അവരെ വിളിച്ചു പറയുന്ന ആ വാക്യം 16-ാമത്തെ വാക്യം, മലകളോടും പാറകളോടും വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ മേൽ വീഴുവിൻ, സിംഹാസനസ്ഥൻ്റെ ദൃഷ്ടിയിൽ നിന്നും കുഞ്ഞാടിൻ്റെ ക്രോധത്തിൽ നിന്നും ഞങ്ങളെ മറയ്ക്കുവിൻ. സിംഹാസനസ്ഥൻ്റെ ദൃഷ്ടിയിൽ നിന്നും. പാപം ചെയ്തവർക്ക് ദൈവസന്നിധിയിലായിരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ആ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്നും എപ്പോഴും ഓടി ഒളിക്കുവാൻ മാത്രമാണ് അവർ ശ്രമിക്കുക. ഇനി തുടർന്ന് പറയുന്നു, കുഞ്ഞാടിൻ്റെ ക്രോധത്തിൽ നിന്നും ഞങ്ങളെ മറയ്ക്കുവിൻ. കുഞ്ഞാടിൻ്റെ ക്രോധം, അത് നമ്മൾ കുറച്ച് വിശദമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു പ്രയോഗമാണ്. ഈ ക്രോധം, ഥുമോസ് എന്ന് പറയുന്നത്, അപ്പോൾ കുഞ്ഞാടിൻ്റെ ക്രോധം അതെന്താണ് അടിസ്ഥാനപരമായിട്ട് അർത്ഥമാക്കുന്നത്? ഇത് ബൈബിളിൽ പഴയ നിയമത്തിലൊക്കെ പല പ്രാവശ്യം പ്രത്യക്ഷപ്പെടുന്ന ഒരു പ്രമേയം തന്നെയാണ്. അപ്പോൾ ഥുമോസ്, ക്രോധം എന്ന് പറയുന്നത് തിന്മയ്ക്കെതിരെയുള്ള ദൈവത്തിൻ്റെ ശക്തി പ്രകടനം തന്നെയാണ്. അപ്പോൾ അതിന് ഒത്തിരിയേറെ ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കുവാൻ സാധിക്കും. സങ്കീർത്തനം 38:1, ഏശയ്യ 5:25, ജെറമ്യ 4:26, മത്തായി 3:7, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1:18, കൊളോസസുകാർക്ക് എഴുതിയ ലേഖനം 3:6, അങ്ങനെ ഒത്തിരിയേറെ സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ ക്രോധത്തെക്കുറിച്ചുള്ള ആ ഒരു സൂചനയുണ്ട്. അപ്പോൾ ഈ ക്രോധത്തിൻ്റെ ദിനമെന്ന് പറയുന്നത് ദൈവം നീതി നടപ്പാക്കുന്ന ഒരു ദിനം തന്നെയാണ്. ഇപ്പോൾ ക്രോധത്തിൻ്റെ ആ മഹാദിനത്തെ പാപികളെയും പാപപങ്കിലമായ ലോകവും ഒക്കെ നശിപ്പിക്കുന്ന ദിനമായിട്ട് പ്രവാചകന്മാർ കാണുന്നുണ്ട്. ഏശയ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 13-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യത്തിൽ, അതിൽ സെഫാനിയ 1:14, എസെക്കിയേൽ 7:19 എന്ന പല ഭാഗങ്ങളിലുമൊക്കെ ഈ ദൈവത്തിൻ്റെ ക്രോധത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ ക്രോധത്തിൽ നിന്ന് അവർ ഓടി ഒളിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ സൂചനയുണ്ട്. ഇപ്പോൾ പ്രപഞ്ചത്തിൽ ഒരിടത്തും ദൈവത്തിൻ്റെ ക്രോധത്തിൽ നിന്ന് ഓടി ഒളിക്കുവാനായിട്ട് ആർക്കും സാധിക്കുകയില്ല. ഇനി എന്താണ് ഈ ക്രോധം? തിന്മയ്ക്കെതിരെയുള്ള ദൈവത്തിൻ്റെ ശക്തിയാണ്. ഇനി അതിൻ്റെ മറുവശം എന്താണ്? ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും ഒരു പ്രകടനം കൂടിയാണത്. അതായത് നിഷേധിക്കപ്പെട്ട നീതി നടപ്പാക്കുമ്പോഴാണ് ഈ ക്രോധം പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ക്രോധം എന്ന് പറയുന്നത് അത് തിന്മയ്ക്കെതിരെയുള്ള ദൈവത്തിൻ്റെ ഇടപെടലാണ്. മുറിവേറ്റ ദൈവസ്നേഹം മനുഷ്യൻ്റെ അവിശ്വസ്തതയ്ക്കെതിരെ തിരിയുന്നതായിട്ട് ഇതിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹം, മനുഷ്യരോടുള്ള സ്നേഹം തന്നെയാണ് ഇവിടെ പ്രകടമാകുന്നത്. അപ്പോൾ തിന്മയൊക്കെ ഇല്ലായ്മ ചെയ്ത് എല്ലാ ജനവും ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കണം എന്നുള്ള അവിടുത്തെ ആ ഒരു ആഗ്രഹം തന്നെയാണ് ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത്. ഇനി ഇവിടെ മനുഷ്യരെയല്ല, തിന്മയാണ് ഇല്ലായ്മ ചെയ്യുവാനായിട്ട് ദൈവം ഈ ക്രോധത്തിലൂടെ ശ്രമിക്കുന്നത്. അപ്പോൾ
മനുഷ്യനെതിരെയല്ല, തിന്മ ഇല്ലായ്മ ചെയ്യുകയാണ് ദൈവിക ക്രോധത്തിൻ്റെ ലക്ഷ്യം. തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായിട്ടുള്ള ദൈവത്തിൻ്റെ നീതി നിർവഹണത്തിൻ്റെ പ്രകടനമാണ് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കുഞ്ഞാടിൻ്റെ ക്രോധം എന്ന് പറയുമ്പോൾ നാം ഇത് വളരെ വ്യക്തമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഒന്ന്, ഇത് തിന്മയ്ക്കെതിരെയുള്ള ദൈവത്തിൻ്റെ ഇടപെടലാണ്. പിന്നെ രണ്ടാമത്, നീതി നടപ്പാക്കുവാനായിട്ട് ദൈവം ശ്രമിക്കുന്നു. അതായത് ദൈവജനത്തോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കരുണയുടെ ഒരു മറുവശം തന്നെയാണ് ഈ ദൈവത്തിൻ്റെ ക്രോധം, ഈ തിന്മയ്ക്കെതിരെയുള്ള ക്രോധം. കാരണം അവർക്ക് ജീവിക്കുവാനായിട്ടുള്ള ആ ഒരു അവസ്ഥ അത് അവിടെ നിന്ന് രൂപപ്പെടുത്തുകയാണ് ഈ ക്രോധം വഴിയായിട്ട് ചെയ്യുന്നത്. അപ്പോൾ തിന്മയ്ക്കെതിരെയുള്ള ദൈവത്തിൻ്റെ ശക്തിയിൽ ക്രിസ്തുവും പങ്കുചേരുന്നു. അതുകൊണ്ടാണ് ഇവിടെ പറയുക, കുഞ്ഞാടിൻ്റെ ക്രോധത്തിൽ നിന്ന് മറയ്ക്കുക എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ യേശുവിന് വേണ്ടിയിട്ടുള്ള സഹനവും ദൈവക്രോധത്തിൻ്റെ മുന്നിലുള്ള നിലവിളിയും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് നാം ഇവിടെ ശ്രദ്ധിക്കുക. അപ്പോൾ 5-ാമത്തെ മുദ്രയും 6-ാമത്തെ മുദ്രയും തമ്മിലുള്ള ഒരു താരതമ്യമാണ് ഇവിടെ. 5-ാമത്തെ മുദ്രയിൽ അവർ അപേക്ഷിക്കുന്നത് എന്താണ്? ഈ തങ്ങൾക്കെതിരെ ചെയ്ത ആ തിന്മയ്ക്കെതിരെ പ്രതികാരം ചെയ്യുക എന്ന് പറയുന്നു. ഇനി ഇവിടെ എന്താണ് വരുന്നത്? ഇവർ തിന്മ ചെയ്തവർ ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കുവാനായിട്ട് പരിശ്രമിക്കുന്നു. അപ്പോൾ തിന്മയുടെ ശക്തികളുടെ ഒരു നൈരാശ്യത്തിൻ്റെ വിലാപമാണ് ഇവിടെ കാണുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മനുഷ്യപാപങ്ങളും ദൈവമുഖം ദർശിക്കാൻ ഒരുവനെ അയോഗ്യനാക്കുന്നെങ്കിൽ ദൈവ-മനുഷ്യബന്ധം കളങ്കമേശാത്തതാകുമ്പോൾ ദൈവമുഖം ദർശിക്കുവാനായിട്ട് മനുഷ്യന് സാധിക്കുന്നു എന്നും ഈ ഭാഗം നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പോൾ 5ഉം 6ഉം മുദ്രകൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ദൈവജനത്തിൻ്റെ ചിത്രവും ഭൂവാസികളുടെ ചിത്രവുമാണ്. ദൈവത്തോടു കൂടിയായിരിക്കുന്ന യേശുവിനോട് കൂടിയായിരിക്കുന്ന ആ ദൈവജനം അവർ തിന്മകളോട് പോരാടി യേശുവിനോടുള്ള വിശ്വസ്തത നിലനിന്ന് തങ്ങളുടെ ജീവൻ സമർപ്പിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന എന്താണ്? നിത്യജീവനിലെ പങ്കാളിത്തമാണ്. അപ്പോൾ വെളുത്ത വസ്ത്രം, വെളുത്ത അങ്കി, അതാണ് സൂചിപ്പിക്കുക. ഇനി ഭൂവാസികളാകട്ടെ, തിന്മയുടെ കൂടെ നിൽക്കുന്നവർ അവരെന്താ ചെയ്യുന്നത്? അവർ ദൈവസന്നിധിയിൽ നിന്ന് ഓടി ഒളിക്കുന്നു. അത് നമ്മൾ കാണുന്നു. ഇനി ഇവർ ചോദിക്കുന്ന അവസാനമുള്ള ആ ഒരു ചോദ്യം, ഈ 6-ാമത്തെ മുദ്രയുടെ അവസാനത്തെ ഭാഗം 17-ാമത്തെ വാക്യം, അത് വളരെ രസകരമായിട്ടുള്ള ഒരു വാക്യമാണ്. അവരുടെ ക്രോധത്തിൻ്റെ മഹാദിനം വന്നു കഴിഞ്ഞു, ആർക്ക് നിൽക്കാൻ കഴിയും? ക്രോധത്തിൻ്റെ മഹാദിനം വന്നു കഴിഞ്ഞു, ആർക്ക് നിൽക്കാൻ കഴിയും? നിങ്ങൾ POC ബൈബിള് പഴയ പരിഭാഷ നോക്കുകയാണെങ്കിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗം വ്യത്യസ്തമാണ്. ആർക്ക് ചെറുത്ത് നിൽക്കാൻ സാധിക്കും എന്നാണ് അവിടെ ഉള്ള പരിഭാഷ. അത് ശരിയായിട്ടുള്ള പരിഭാഷയല്ല. അപ്പോൾ ഈ ക്രോധത്തിൻ്റെ ദിനങ്ങൾ വരുമ്പോൾ അതിനെതിരെ യുദ്ധം ചെയ്ത് മല്ലിട്ട് നിൽക്കുക എന്നുള്ള അർത്ഥമൊന്നുമല്ല ഇവിടെ ഉള്ളത്. ആർക്ക് നിൽക്കാൻ കഴിയും? എന്താണ് ആർക്ക് നിൽക്കാൻ കഴിയും എന്നതിൻ്റെ അർത്ഥം? അപ്പോൾ നിൽക്കാൻ കഴിയുക, നിൽക്കുക എന്നത് നമ്മൾ 5-ാമത്തെ അധ്യായത്തിലേക്ക് ചെല്ലുക. നിൽക്കുക എന്ന് പറയുന്നത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ ഭാവമാണ്. ആർക്ക് നിൽക്കാൻ കഴിയും? ആ ചോദ്യത്തിൻ്റെ പൊരുൾ എന്താണ്? ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനോട് കൂടെ ആർക്ക് നിൽക്കുവാൻ സാധിക്കും എന്നാണ്. അപ്പോൾ ദൈവക്രോധത്തിൻ്റെ മുന്നിൽ നിൽക്കാനായിട്ട് ആർക്ക് സാധിക്കുകയില്ല. അപ്പോൾ ദൈവക്രോധത്തിന് മുന്നിൽ ആർക്ക് നിൽക്കാൻ സാധിക്കുമെന്നുള്ള ചോദ്യം പഴയ നിയമത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. 1 സാമുവേൽ 6:20, അല്ല സങ്കീർത്തനം 76, മലാക്കി 3:2, അവിടെയൊക്കെ ഉള്ള ഒരു ചോദ്യമുണ്ട്. ദൈവക്രോധത്തിൻ്റെ മുന്നിൽ ആർക്ക് നിൽക്കാൻ സാധിക്കും? ആർക്കും നിൽക്കാൻ സാധിക്കില്ല. പക്ഷേ ഇവിടെ അതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു അർത്ഥം കൂടിയുണ്ട്. നിൽക്കുന്ന കുഞ്ഞാടിൻ്റെ കൂടെ ആയിരിക്കുക എന്നതാണ് ഇവിടെ അർത്ഥം. അപ്പോൾ 6-ാമത്തെ മുദ്ര, 6-ാമത്തെ അധ്യായം അവസാനിക്കുന്നത് ഈ ഒരു ചോദ്യത്തോടു കൂടെയാണ്, ആർക്കാണ് നിൽക്കുവാൻ സാധിക്കുക. അപ്പോൾ ഈ ആദ്യത്തെ 6 മുദ്രകളും അവതരിപ്പിച്ച ശേഷം ഒരു ചോദ്യത്തോടു കൂടി ഈ അധ്യായം അവസാനിക്കുകയാണ്, ആർക്ക് നിൽക്കുവാനായിട്ട് സാധിക്കും. ഇനി അടുത്ത അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ, 7-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ അല്പം വ്യത്യസ്തമായിട്ടുള്ള ഒരു വിവരണത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. 6-ാം അധ്യായം
ഭൗമികമായിട്ടുള്ള തലത്തെക്കുറിച്ചുള്ള വിവരണമാണ് എങ്കിൽ 7-ാമത്തെ അധ്യായം സ്വർഗീയ തലത്തിലുള്ള ഒരു വിവരണമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ വേറെ വിധത്തിൽ പറഞ്ഞാൽ ഒരു സ്വർഗീയമായിട്ടുള്ള വീക്ഷണമാണ് ഈ 7-ാമത്തെ അധ്യായത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഈ കാര്യങ്ങളെല്ലാം അത് എപ്രകാരമാണ് നമ്മൾ കാണേണ്ടത്, വിലയിരുത്തേണ്ടത് എന്നുള്ളതാണ് ഈ 7-ാമത്തെ അധ്യായത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 7-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ നമ്മളറിയുന്നത് നമ്മൾ ക്രിസ്തുവിനോട് കൂടെ നിൽക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. ആ ക്രിസ്തുവിനോട് കൂടെ നിൽക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവർക്ക് കൂടെ ഉള്ള ഒരു ആശ്വാസം, ധൈര്യം എന്താണ്? അത് തങ്ങളുടെ കൂടെയുള്ള ദൈവവും കുഞ്ഞാടും തന്നെയാണ്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. 7-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഇതിന് ശേഷം ഭൂമിയുടെ 4 കോണുകളിൽ നിൽക്കുന്ന 4 ദൂതന്മാരെ ഞാൻ കണ്ടു. അപ്പോൾ ആർക്കാണ് നിൽക്കുവാൻ സാധിക്കുക എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ ഇവിടെ 7-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, 4 കോണുകളിൽ നിൽക്കുന്ന 4 ദൂതന്മാരെ കണ്ടു. ഇനി അതുപോലെ തന്നെ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, 7-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ, ഇതാ എണ്ണി തിട്ടപ്പെടുത്താൻ ആർക്കും സാധിക്കാത്ത വലിയ ജനക്കൂട്ടം, അവർ വെള്ളയങ്കി അണിഞ്ഞ് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിന് മുമ്പിലും കുഞ്ഞാടിൻ്റെ മുമ്പിലും നിന്നിരുന്നു. അപ്പോൾ ആർക്കാണ് നിൽക്കുവാൻ സാധിക്കുന്നത്? ഇപ്പോൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ദൂതന്മാർക്കും വെള്ളയങ്കി അണിഞ്ഞവർക്കും. അപ്പോൾ സ്വർഗീയമായിട്ടുള്ള കാഴ്ചപ്പാടിൽ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഈ തിന്മകളുടെ ശക്തികളുടെ മേലുള്ള ദൈവത്തിൻ്റെ ഇടപെടൽ, പിന്നെ തിന്മ ശക്തികളുമായിട്ട് സന്ധി ചെയ്യാതെ അവർക്കെതിരെ പോരാടുന്ന ദൈവജനം, ഇനി ആ പോരാട്ടത്തിൽ മരിച്ചു വീഴുന്നവർ, ഇവരെയൊക്കെ അവതരിപ്പിച്ച് കഴിഞ്ഞിട്ട് പറയുന്നു, ഇനി നിൽക്കുന്നവരാരാണ്? ഈ പോരാട്ടത്തിൽ തങ്ങളുടെ ജീവിതം സമർപ്പിച്ചവർ, അവരാണ് ദൈവസന്നിധി നിൽക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിവരണമാണ് 7-ാമത്തെ അധ്യായത്തിൽ. അപ്പോൾ 7-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് അത് സ്വർഗീയമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട്, എപ്രകാരമാണ് ഭൗമികമായിട്ടുള്ള കാര്യങ്ങളെ വിലയിരുത്തേണ്ടത് എന്നാണ് ഈ 7-ാമത്തെ അധ്യായത്തിൽ കൊടുത്തിരിക്കുന്നത്. നമുക്കിനി 7-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. 7-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യം, ഭൂമിയുടെ 4 കോണുകളിലും നിൽക്കുന്ന 4 ദൂതന്മാരെ കണ്ടു. കരയിലോ കടലിലോ വൃക്ഷങ്ങളിലോ വീശാതിരിക്കാൻ ഭൂമിയിലെ 4 കാറ്റുകളെയും അവർ പിടിച്ചു നിർത്തിയിരുന്നു. ഭൂമിയുടെ 4 കോണുകളിൽ, ഇപ്പോൾ ഭൂമിയെ പഴയ കാലങ്ങളിൽ ഒരു ചതുരമായിട്ടാണ് കണ്ടിരുന്നത്. അപ്പോൾ ചതുരമായിട്ട് കണ്ടിരുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ വശങ്ങളിൽ ഉള്ള കാറ്റുകളുണ്ട്, അതുപോലെ തന്നെ കോണുകളിൽ നിന്നുള്ള കാറ്റുകളുണ്ട്. ഇപ്പോൾ 2 തരം കാറ്റുകൾ. അപ്പോൾ ഈ വശങ്ങളിൽ നിന്നുള്ള കാറ്റുകൾ അത് ഗുണപ്രദവും, എന്നാൽ കോണുകളിൽ നിന്നുള്ളത് വിനാശകരവുമാണ് എന്നാണ് പഴയ നിയമത്തിലെ കാഴ്ചപ്പാട്. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 49-ാം അധ്യായം അല്ലെങ്കിൽ ദാനിയേൽ 7 അവിടെയൊക്കെ ഇതിനെക്കുറിച്ചുള്ള സൂചനകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഈ കാറ്റുകളൊക്കെ ദൂതന്മാർ പിടിച്ചു നിർത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ നാം മനസ്സിലാക്കുന്നത് ഈ പ്രപഞ്ച ശക്തികളെയെല്ലാം ദൈവം നിയന്ത്രിക്കുന്നു എന്ന് തന്നെയാണ്. ഇനി ഇവിടെ പറയുന്നു 2-ാമത്തെ വാക്യത്തിൽ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ മുദ്രയുമായി സൂര്യൻ ഉദിക്കുന്ന ദിക്കിൽ നിന്ന് ഉയർന്നു വരുന്ന വേറൊരു ദൂതനെ ഞാൻ കണ്ടു. കരയ്ക്കും കടലിനും നാശം ചെയ്യാൻ അധികാരം നൽകപ്പെട്ട ആ 4 ദൂതന്മാരോടും അവൻ ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ നമ്മുടെ ദൈവത്തിൻ്റെ ദാസരുടെ നെറ്റിത്തടത്തിൽ മുദ്ര കുത്തിത്തീരുവോളം നിങ്ങൾ കരയ്ക്കോ കടലിനോ വൃക്ഷങ്ങൾക്കോ നാശം ചെയ്യരുത്. അപ്പോൾ കിഴക്ക് നിന്ന് കടന്നു വരുന്ന ദൂതൻ. അപ്പോൾ കിഴക്ക് എന്ന് പറയുന്നത് പ്രകാശത്തിൻ്റെ ദിക്കാണ്. ഇനി പഴയ നിയമത്തിൽ പർദീസ സ്ഥിതി ചെയ്യുന്ന സ്ഥലവുമായിട്ടും ദിക്കായിട്ടും ഈ കിഴക്കിനെയൊക്കെ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ രക്ഷകൻ വരുന്നത് കിഴക്ക് നിന്നായിരിക്കും എന്നുള്ള ഒരു വിശ്വാസവും യഹൂദരുടെ ഇടയിൽ വളരെ വ്യാപകമായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കിഴക്കിൽ നിന്നും തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ദൂതൻ തന്നെയാണ്
രക്ഷാകരമായിട്ടുള്ള സന്ദേശവുമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ദൂതൻ ഒരു മുദ്രയുമായിട്ട് കടന്നു വരുന്നത് ഇവിടെ അവതരിപ്പിക്കുന്നു. ഈ മുദ്ര എന്നുള്ള പദം അത് ഈ വെളിപാടിൽ ഈ അധ്യായത്തിലും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു പദം തന്നെയാണ്. മുദ്ര അത് ഗ്രീക്കിൽ സ്ഫ്രാഗിസ് എന്നാണ് പറയുക. ഇനി മുദ്രയ്ക്ക് സമാനമായിട്ട് വേറൊരു പദം കൂടി ഈ വെളിപാടിലുണ്ട്. അത് അടയാളം എന്നതാണ്. അടയാളം. അപ്പോൾ മുദ്രയുണ്ട്, അടയാളവുമുണ്ട്. ഈ മുദ്രയും അടയാളവും രണ്ട് അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മുദ്ര എന്ന് പറയുമ്പോൾ ഈ മുദ്ര മോതിരത്താൽ അടയാളപ്പെടുന്നതൊക്കെ മുദ്ര കുത്തിയവന് വിധേയപ്പെട്ടിരിക്കുന്നു, അവകാശപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു ചിന്ത പഴയ നിയമത്തിൽ കാണാം. ഉൽപ്പത്തി 4-ാം അധ്യായത്തിൽ, എസെക്കിയേൽ 9-ാം അധ്യായത്തിലും ഒക്കെ കാണുന്നു. അപ്പോൾ ഈ മുദ്ര കുത്തപ്പെട്ടവർ അത് ദൈവത്തിന് സ്വന്തമാണ് എന്നർത്ഥം. അപ്പോൾ ദൂതനോട് പറയുന്നു, ഞങ്ങൾ മുദ്ര കുത്തി തീരുവോണം, അതായത് ഇവരൊക്കെ ദൈവത്തിന് സ്വന്തമാക്കി തീർക്കുന്നവരെ നിങ്ങൾ ഒന്നും ചെയ്യരുത് എന്നാണ് ഈ ദൂതന്മാർ, കാറ്റിനെ പിടിച്ചു നിർത്തിയിരിക്കുന്ന ദൂതന്മാരോടൊക്കെ പറയുന്നത്. അപ്പോൾ മുദ്ര കുത്തി എന്ന് പറയുന്നത് ദൈവത്തിന് സ്വന്തമാക്കി തീർക്കുക എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ മുദ്ര കുത്തി തീർക്കുന്ന ആരാണ്? 144,000 പേര്. ഇനി ഈ 144,000 പേരെക്കുറിച്ചുള്ള വിവരണമാണ് ഇവിടെ കൊടുക്കുക. ഇനി മുദ്ര കുത്തുന്നതിനെ കുറിച്ച് ഒരു കാര്യം കൂടി, ഈ നെറ്റിത്തടത്തിൽ മുദ്ര കുത്തുക എന്നാണ് ഇവിടെ പറയുന്നത്. നെറ്റിത്തടത്തിൽ മുദ്ര കുത്തുക. ഇതിന് വ്യത്യസ്തമായിട്ട് കാണുന്ന വേറെ പ്രയോഗം കൈത്തണ്ടയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അത് ഭൂവാസികളെയാണ്. അത് തിന്മയുടെ പ്രതീകമാണ്. അപ്പോൾ ദൈവജനത്തെ നെറ്റിത്തടത്തിൽ മുദ്ര കുത്തുന്നു. ഇനി അടിമകൾ അല്ലെങ്കിൽ ഭൂവാസികൾ, തിന്മയുടെ കൂടെ നിൽക്കുന്നവർ, അവർ കൈത്തണ്ടയിൽ അടയാളപ്പെടുത്തിയവരാണ്. അപ്പോൾ ഈ മുദ്ര കുത്തിപ്പെട്ടിരിക്കുന്ന 144,000 പേര്, അതായത് 12 ഗോത്രങ്ങളിൽ നിന്നുള്ളവരെയാണ് തുടർന്ന് ഇവിടെ അവതരിപ്പിക്കുക. ഞാൻ ഏതാനും വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. മുദ്രിതരുടെ എണ്ണം ഞാൻ കേട്ടു. ഇസ്രായേൽ മക്കളുടെ എല്ലാ ഗോത്രങ്ങളിലും നിന്ന് മുദ്രിതരായവർ 144,000. യൂദാ ഗോത്രത്തിൽ നിന്ന് മുദ്രിതർ 12,000. റൂബൻ ഗോത്രത്തിൽ നിന്ന് 12,000. അങ്ങനെ 12 ഗോത്രങ്ങളുടെ വിവരണങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മുദ്ര കുത്തപ്പെടുക അത് ദൈവത്തിന് സ്വന്തമാക്കപ്പെട്ടവരാണ്, ആത്മാവിൽ മുദ്രിതരായവരൊക്കെയാണ്. അപ്പോൾ ഈ മുദ്ര കുത്തപ്പെട്ടവരുടെ ആ 12 ഗോത്രങ്ങളെക്കുറിച്ചുള്ള ആ വിവരണത്തിലും ചില പ്രത്യേകതകൾ ഈ വെളിപാട് ഗ്രന്ഥത്തിൽ കാണാം. നമുക്കറിയാം, യൂദാ ഗോത്രത്തിൽ ആദ്യജാതൻ ആരാണ്? റൂബനാണ്. പക്ഷേ ഇവിടെ റൂബന് പകരം യൂദായുടെ പേരാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് യൂദായുടെ പേര് ആദ്യം കൊടുത്തിരിക്കുന്നത്? തീർച്ചയായിട്ടും അത് വെളിപാടിലുള്ള ആ കുഞ്ഞാടിനെ കുറിച്ചുള്ള ആ ഒരു വിവരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മൾ 5-ാമത്തെ അധ്യായത്തിൽ കണ്ടു യൂദായുടെ സിംഹം. അത് യൂദാ ഗോത്രത്തിൽ നിന്നാണ് മിശിഹ വരുന്നത് എന്നുള്ള ആ ഒരു സങ്കല്പം യഹൂദരുടെ ഇടയിലൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഈ യൂദ പിന്നീട് ജനിച്ചവനാണെങ്കിലും യൂദാ ഗോത്രത്തിൽ ഒന്നാമനായിട്ട് കരുതപ്പെടുന്നത്. സംഖ്യയുടെ പുസ്തകത്തിലും അല്ലെങ്കിൽ 1 ദിനവൃത്താന്തം 12-ാം അധ്യായത്തിലുമൊക്കെ നാം ഇത് കാണുന്നുണ്ട്. അപ്പോൾ ദാവീദിൻ്റെ ഗോത്രമായ യൂദായിൽ നിന്നാണ് മിശിഹ വന്നിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാകാം യൂദായുടെ പേര് ആദ്യം കൊടുത്തിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത, ഈ ഗോത്രങ്ങളുടെ പേരിൽ ദാൻ ഗോത്രത്തിൻ്റെ പേര് ഉൾപ്പെടുത്തിയിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും ദാൻ ഗോത്രത്തിൻ്റെ പേര് ഇവിടെ ഉപേക്ഷിച്ചിരിക്കുന്നത്? ദാൻ പഴയ നിയമത്തിൽ വേശ്യാവൃത്തിയുമായിട്ട്, വിജാതി ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പേരാണ്. അപ്പോൾ വിജാതീയ ആരാധനയുടെ പിന്നാലെ പോയ ദാൻ ഗോത്രത്തെക്കുറിച്ചുള്ള സൂചനകൾ പലയിടങ്ങളിലും പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാകാം ഈ ദാൻ ഗോത്രത്തെ ഇവിടെ മാറ്റി നിർത്തിയിരിക്കുന്നത്. നമുക്കറിയാം, വെളിപാട് ഗ്രന്ഥത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമേയം തന്നെയാണ് വ്യാജ ആരാധന. അപ്പോൾ ഈ വ്യാജ ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട ഈ ദാൻ ഗോത്രത്തെ ഇവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു. ഇനി ഇവിടെ ജോസഫിൻ്റെ മകനായ മനാസയുടെ പേര് കൂട്ടി ചേർത്തിട്ടുണ്ട്. പിന്നെ ദാൻ ഗോത്രത്തിൻ്റെ പേര് ഉപേക്ഷിച്ചിരിക്കുന്നതിന് വേറൊരു
കാരണമായിട്ട് ചിലർ പറയുന്നത് ഈ അന്ത്യക്രിസ്തു വരുന്നത് അത് ദാൻ ഗോത്രത്തിൽ നിന്നായിരിക്കും എന്നുള്ള ഒരു വിശ്വാസം ആളുകളുടെ ഇടയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഇവരെയെല്ലാം മാറ്റി നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മുദ്ര കുത്തപ്പെട്ടിരിക്കുന്ന 12 ഗോത്രങ്ങൾ അല്ല 144,000 പേര്. അപ്പോൾ അതിൻ്റെ അർത്ഥം 144,000 എന്നതിൻ്റെ അർത്ഥം നമ്മൾ ആ പ്രതീകങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ കണ്ടിരുന്നു. 144 എന്ന് പറയുന്നത് 12ൻ്റെ ഗുണിതമാണ്. 12 ഗുണം 12. അപ്പോൾ 12 എന്ന് പറയുന്നത് അത് പഴയ നിയമത്തിലെ ഗോത്രങ്ങൾ, 12 ഗോത്രങ്ങൾ പഴയ നിയമ ദൈവജനം, 12 അപ്പസ്തോലന്മാർ പുതിയ നിയമത്തിലെ ദൈവജനം. അതായത് പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ആ ദൈവജനത്തെ മുഴുവൻ സൂചിപ്പിക്കുന്ന ഒരു സംഖ്യയാണ് 144,000 എന്ന് പറയുന്നത്. അല്ലാതെ ഇത് വളരെ കൃത്യമായിട്ടുള്ള ഒരു സംഖ്യയായിട്ടല്ല നാം ഇതിനെ കാണേണ്ടത്. അപ്പോൾ അനവധിയായിട്ടുള്ള, അതായത് ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഉള്ള പദ്ധതിയിൽപ്പെടുന്ന എല്ലാ ജനതകളെയും ഉൾക്കൊള്ളുന്ന ഒരു സംഖ്യയാണ് 144,000 എന്ന് പറയുന്നത്. അപ്പോൾ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത ഒരു സംഖ്യ തന്നെയാണ് ഇത്. ഇനി തുടർന്ന് ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗത്ത് ഇവരെക്കുറിച്ച് ഉള്ള വിവരണം നമ്മൾ കാണുന്നു. 9-ാമത്തെ വാക്യം, ഇതാ എണ്ണി തിട്ടപ്പെടുത്താൻ ആർക്കും സാധിക്കാത്ത വലിയൊരു ജനക്കൂട്ടം, അവർ സകല ജനതകളിലും ഗോത്രങ്ങളിലും ജനങ്ങളിലും ഭാഷകളിൽ നിന്നുള്ളവർ. അവർ വെള്ളയങ്കി അണിഞ്ഞ് അവരുടെ കൈകളിൽ കുരുത്തോലയുമായി സിംഹാസനത്തിന് മുമ്പിലും കുഞ്ഞാടിൻ്റെ മുമ്പിലും നിന്നിരുന്നു. അപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആർക്ക് നിൽക്കാൻ സാധിക്കും എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം നമ്മളിവിടെ കാണുന്നു. ദൈവദൂതന്മാർ മാത്രമല്ല, അതുപോലെ തന്നെ വെള്ളയങ്കി അണിഞ്ഞ ഇവർ ദൈവജനം തന്നെയാണ്. ഇപ്പോൾ ഇവിടെ ജനതകൾ, ഗോത്രങ്ങൾ, ജനങ്ങൾ, ഭാഷകൾ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് സമൂഹത്തിലുള്ള എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഒരു സമൂഹത്തെ അവതരിപ്പിക്കുവാനായിട്ടാണ്. അപ്പോൾ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു സമൂഹത്തെയാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി ഇവർ വരുന്നത് കുരുത്തോലകൾ കൈപ്പിടിച്ചുകൊണ്ടാണ്. കുരുത്തോലകൾ വരുന്നത് തീർച്ചയായിട്ടും അത് വിജയ ആഘോഷത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ സുവിശേഷങ്ങളിൽ കടന്നു ചെല്ലുമ്പോൾ യേശു ജെറുസലം ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോൾ അവർ കുരുത്തോലകളൊക്കെ വീശിക്കൊണ്ട് യേശുവിനെ സ്വീകരിച്ച കാര്യം നമ്മൾ ഓർക്കുന്നുണ്ടാകും. അപ്പോൾ കുരുത്തോല അത് വിജയത്തിൻ്റെ ഒരു വിജയാഹ്ലാദത്തിൻ്റെ ഒരു പ്രതീകം ആണ്. അതുപോലെ തന്നെ മക്കബായർ അവർ വിജയിച്ചു കഴിഞ്ഞപ്പോൾ അവരെയൊക്കെ സ്വീകരിക്കുവാനായിട്ട് ഇതുപോലെ കുരുത്തോലകൾ വീശിയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറൊരു പ്രതീകം, അത് കൂടാരത്തിരുന്നാളിൻ്റെ പ്രതീകമാണ്. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് കാനാൻ ദേശത്തേക്ക് പോകുമ്പോൾ മരുഭൂമിയിലൂടെയായിരുന്നു അവർ യാത്ര ചെയ്തത്. അപ്പോഴവർ മരുഭൂമിയിൽ അവർ കഴിഞ്ഞിരുന്നത് കൂടാരങ്ങളിലാണ്. അപ്പോൾ കൂടാരങ്ങളിൽ അവർ വസിച്ചിരുന്നു. ഇനി അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് യഹൂദർ കൂടാരത്തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ അവരുടെ വീട്ടുമുറ്റത്ത് ചെറിയൊരു പന്തൽ ഇടും. അപ്പോൾ പന്തലിന് മുകളിൽ ഇവർ ഈ കുരുത്തോലകൾ അവർ നിരത്തിയിടും. അപ്പോൾ കുരുത്തോലകൾ നിരത്തിയിടുന്നത് അത് ഭാഗികമായിട്ട് മറച്ചുകൊണ്ടായിരിക്കും. അതായത് അത് മുകളിൽ മറച്ചിട്ടുണ്ടെങ്കിലും സൂര്യപ്രകാശം അതിനുള്ളിലൂടെ താഴേക്ക് പതിക്കണം എന്നാണ് അർത്ഥമാക്കുന്നത്. ഈ ഒരു കൂടാരം അത് ശാശ്വതമായിട്ടുള്ള ഒരു ഭവനമല്ല, അത് താൽക്കാലികമായിട്ടുള്ള ഭവനമാണ്. സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ശാന്തിയും ഒക്കെ അവർക്ക് അത് പ്രദാനം ചെയ്യുന്നില്ല. അപ്പോൾ താൽക്കാലികമായിട്ടുള്ള ഒരു അവസ്ഥയെ സൂചിപ്പിക്കുവാനാണ്. അപ്പോൾ കുരുത്തോല ഈ പുറപ്പാട് യാത്രയെയും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളയങ്കി അണിഞ്ഞവർ കുരുത്തോലയുമായിട്ട് നിൽക്കുമ്പോൾ പുറപ്പാട് യാത്രയെ സൂചിപ്പിക്കുന്ന ഒരു ചിത്രം കൂടി നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇനി സിംഹാസനത്തിന് മുമ്പിലാണ് ഇവർ നിൽക്കുന്നത്. സിംഹാസനത്തിന് മുമ്പിലും കുഞ്ഞാടിന് മുന്നിലും. അതെന്താണ് അർത്ഥമാക്കുന്നത്? ഇവർ സ്വർഗത്തിലാണ് എന്നതിൻ്റെ ഒരു പ്രതീകം തന്നെയാണ്. അപ്പോൾ ദൈവത്തെ അവർ മുഖാമുഖം കാണുന്നു. അപ്പോൾ 5-ാം അധ്യായത്തിൽ അവർ എത്ര നാൾ എന്ന് പറഞ്ഞ് ഉള്ള ചോദ്യമുണ്ടല്ലോ. അവർക്ക് വെള്ളയങ്കി നൽകപ്പെടുന്നു. ഇനി 7-ാം അധ്യായമായപ്പോൾ സ്വർഗീയമായിട്ടുള്ള ദർശനത്തിൽ അവതരിപ്പിക്കുന്നതാണ് അവർ ദൈവിക സന്നിധിയിൽ തന്നെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഈ ചരിത്രത്തിലുള്ള ഇടപെടൽ വഴിയായിട്ട്
അവർ രക്ഷ നേടുന്നു, ദൈവിക മഹത്വത്തിൽ അവർ പങ്കുചേരുന്നു, യേശുവിൻ്റെ ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിൽ അവർ പങ്കുചേരുന്നു. ഇനി അവരുടെ പ്രാർത്ഥനയാണ് പിന്നീട് നമ്മൾ ഇവിടെ കാണുന്നത്, ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവർ ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, രക്ഷ സിംഹാസനസ്ഥനായ നമ്മുടെ ദൈവത്തിൻ്റേതും കുഞ്ഞാടിൻ്റേതും. അപ്പോൾ കുർത്തോല പിടിച്ചിരിക്കുന്ന ഇവർ ഉദ്ഘോഷിക്കുന്നത് രക്ഷ സിംഹാസനത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും എന്നതാണ്. അതായത് ഭൗമിക രാജാക്കന്മാരിലല്ല രക്ഷ കിട്ടുന്നത്, രക്ഷ ദൈവത്തിൻ്റേത് മാത്രമാണ് എന്നാണ് ഇവരിവിടെ പ്രഖ്യാപിക്കുക. അന്നാളുകളിൽ റോമൻ ചക്രവർത്തിയാണ് രക്ഷ നൽകുന്ന, അദ്ദേഹമാണ് രക്ഷകനെന്ന് പറഞ്ഞിരുന്ന പശ്ചാത്തലത്തിലാണ് ഇവിടെ ആ ദൈവജനം, ക്രൈസ്തവ സമൂഹം പറയുന്നത് രക്ഷ ദൈവത്തിലാണ്, കുഞ്ഞാടിലാണ്. ഈ രക്ഷയെക്കുറിച്ച് തുടർന്നുള്ള ഭാഗങ്ങൾ, സ്വർഗീയ ദൃശ്യത്തെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ഏവർക്കും വണക്കം.